ഇംഗ്ലണ്ടിനൊരു തിരിച്ചുവരവുണ്ടാകുമോ? ആഷസ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് ഗാബയൊരുങ്ങുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ ചോദ്യം ഇതാണ്. സമീപകാലത്തെ ഇംഗ്ലണ്ടിൻ്റെ ആഷസിലെ പ്രകടനങ്ങളും പെർത്തിലെ ആദ്യ മത്സരവും കണ്ടവർ അർദ്ധശങ്കയ്ക്കിടവില്ലാത്ത വിധം പറയും, ഇംഗ്ലണ്ടിന് തിരിച്ചുവരവ് അത്ര എളുപ്പമാവില്ല. പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ലീഡ് നേടിയ ശേഷമാണ് ഇംഗ്ലണ്ട് തകർന്നത്. തോറ്റതിനേക്കാൾ തോറ്റ രീതിയാകും ഇംഗ്ലണ്ടിനെ കൂടുതൽ അലോസരപ്പെടുത്തുന്നത്. ട്രാവിസ് ഹെഡ് ബാറ്റിംഗ് കൊണ്ടിറങ്ങിയപ്പോൾ ഒരാൾക്ക് പോലും ഒരു പന്തിൽ പോലും ഭീഷണി ഉയർത്താൻ കഴിഞ്ഞില്ല. രണ്ടാം ദിവസത്തെ മൂന്നാം സെഷനിൽ ഓസ്ട്രേലിയ കളി തീർത്ത് മടങ്ങി. ഇംഗ്ലണ്ട് ഉയർത്തിയ 205 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഓസ്ട്രേലിയ ഹെഡിന്റെ സെഞ്ചുറിയുടെയും ലെബുഷൈൻ്റെ 50യുടെയും മികവിൽ അനായാസ ജയം സ്വന്തമാക്കി. ടെസ്റ്റിലാകെ 10 വിക്കറ്റ് എടുത്ത മിച്ചൽ സ്റ്റാർക്ക് കളിയിലെ താരവുമായി. വിഖ്യാതമായ ഗാബയാണിനി അടുത്ത ടെസ്റ്റിന് വേദിയാകുന്നത്. പിങ്ക് ടെസ്റ്റാണ്. ഡേ നൈറ്റ് ടെസ്റ്റിൽ സ്റ്റാർക്കിനെ അല്പം കൂടി പേടിക്കേണ്ടതുമുണ്ട്. എങ്കിലും അവിടെ ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. പോയിന്റ് നമ്പർ 1. ഇംഗ്ലണ്ട് ആദ്യം പഠിക്കേണ്ടത് ഇന്ത്യയിൽ നിന്നാണ്. പൊളിച്ചാൽ പൊളിയാത്ത ഒരു കോട്ടയുമില്ലെന്ന പാഠമാണ് ഇന്ത്യ 4 വർഷം മുമ്പ് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഗാബയിൽ 33 വർഷമായി തോറ്റിട്ടില്ലായിരുന്നു ഓസ്ട്രേലിയ. ഒരു വേദിയിലും ഒരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത തിണ്ണമെടുക്ക്. പക്ഷേ ഇന്ത്യ അതങ്ങ് തീർത്തു കൊടുത്തു. അതും 328 റൺസ് ചേസ് ചെയ്ത്. ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങിയ ശേഷമായിരുന്നു ഇന്ത്യയുടെ ഐതിഹാസികമായ മടങ്ങിവരവ്. താങ്ക്സ് ടു ശുഭ്മാൻ ഗിൽസ് 91 ആൻഡ് ഋഷഭ് പന്ത് 89 നോട്ട് ഔട്ട്. 1986 ശേഷം 2-2 സമനിലയൊഴിച്ച് ബാക്കിയെല്ലാം തോറ്റിട്ടുണ്ട് ഇംഗ്ലണ്ട് ഗാബയിൽ. 2010 517-1 എന്ന മാമോത്ത് സ്കോർ ഉയർത്തി സമനില പിടിച്ചതും 1998 മഴ തടസ്സപ്പെടുത്തിയ ഒരു മത്സരവും മാത്രമാണ് ഇംഗ്ലീഷുകാർക്ക് ബ്രിസ്ബെയിനിൽ ആശ്വസിക്കാനുള്ളത്. എന്നാൽ ഓസ്ട്രേലിയയുടെ സമീപകാല പ്രകടനങ്ങളാണ് ഇംഗ്ലണ്ടിന് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നത്. 1998 മുതൽ 2021 വരെ 31 ടെസ്റ്റുകളിൽ ഒരു പരാജയം പോലും രുചിച്ചിട്ടില്ല ഓസ്ട്രേലിയ ഗാബയിൽ. എന്നാൽ അതിനുശേഷം നടന്ന 5-ൽ 2 മത്സരം മാത്രമാണ് ഓസീസിന് ജയിക്കാനായത്. ആ തിണ്ണമിടുക്ക് തീർത്തു കൊടുത്തത് ഇന്ത്യയും. കഴിഞ്ഞ വർഷം വെസ്റ്റ് ഇൻഡീസ് അടുത്ത പ്രഹരവും നൽകി. 68 റൺസിന് 7 വിക്കറ്റ് എടുത്ത ഷമാർ ജോസഫിൻ്റെ മികവിൽ 8 റൺസിൻ്റെ ഐതിഹാസിക വിജയം നേടി വെസ്റ്റ് ഇൻഡീസ്. 1997 ശേഷം ഓസീസ് മണ്ണിൽ വിൻഡീസിൻ്റെ ആദ്യ ജയം. പിങ്ക് ബോളിൽ ചരിത്രത്തിലാദ്യമായി ഓസീസിൻ്റെ ആദ്യ തോൽവിയും. 2021 ശേഷം ഗാബയിലല്ലാതെ മറ്റൊരു വേദിയിലും ഓസ്ട്രേലിയ 1-ൽ കൂടുതൽ മത്സരം തോറ്റിട്ടില്ല. ഇനി പോയിന്റ് നമ്പർ 2. ഗാബയിലെ പിച്ച്. ഒരിക്കൽ കൂടി പാറ്റ് കമ്മിൻസും ജോഷ് ഹേസൽവുഡും ഇല്ലാതെയാണ് ഓസ്ട്രേലിയ ഇറങ്ങുന്നത്. പേസിനും ബൗൺസിനും പേരുകേട്ടതാണ് ഗാബയിലെ പിച്ച്. ഇംഗ്ലണ്ടിൻ്റെ പേസ് ബോളർമാർക്ക് മികച്ച പെർഫോമൻസ് നടത്താൻ ഗാബയിലാകും. ഹാർഡ് ലെങ്ത് കൊണ്ടുകൂടി ശ്രദ്ധേയമായ പിച്ചാണ് ഗാബയിലേത്. അതായത് ബാറ്റർക്ക് 8 മുതൽ 10 മീറ്റർ വരെ ദൂരത്തിലാണ് പ്രധാനമായും പിച്ച് ചെയ്യാറുള്ളത്. ജോഫ്ര ആർച്ചർ, ഗസ് അറ്റ്കിൻസൺ, ബ്രൈഡൻ കാർസ്, ബെൻ സ്റ്റോക്സ്, ജോഷ് ടങ് എന്നിവർ ഈ റേഞ്ചിൽ പന്തെറിയാൻ മിടുക്കരാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഇംഗ്ലീഷ് ബോളർമാരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ശരാശരി 7.5 മുതൽ 8.5 മീറ്റർ വരെ ലെങ്ത് നിലനിർത്തുന്നവരാണ് മിക്ക താരങ്ങളും. മാത്യു പേഴ്സിൻ്റെ ശരാശരി ലെങ്ത് 7.25 മീറ്ററാണ്. ജോഫ്ര ആർച്ചറുടേത് 7.59 മീറ്ററും അറ്റ്കിൻസൻ്റേത് 7.85 മീറ്ററും ബ്രൈഡൻ കാർസിൻ്റേത് 7.93 മീറ്ററുമാണ്. ബെൻ സ്റ്റോക്സും ജോഷ് ടങ്ങും മാർക്ക് വുഡും 8 മീറ്ററിന് മുകളിൽ ആവറേജ് ലെങ്ത്തിൽ പന്തെറിയുന്ന താരങ്ങളാണ്. പരിക്കേറ്റ മാർക്ക് വുഡിന് പകരമാണ് ജോഷ് ടങ്ങിനെ ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. പിങ്ക് ബോളിൽ നൈറ്റ് കണ്ടീഷനിൽ ബാറ്റിംഗ് കൂടുതൽ ട്രിക്കി ആകുമെന്നതിനാൽ ഡേ ടൈം ബാറ്റർമാർക്ക് സമർത്ഥമായി വിനിയോഗിക്കാം. ഫോമിനായി സ്ട്രഗിൾ ചെയ്യുന്ന ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് അതൊരു ഗുണവുമാകും. ഇനി പോയിന്റ് നമ്പർ 3. പെർത്ത് നൽകിയ പാഠങ്ങൾ. ടെസ്റ്റിലെ ഫൈനൽ റിസൾട്ട് നോക്കാതെ ആദ്യ ഇന്നിംഗ്സിലുണ്ടാക്കിയ മേധാവിത്വം മാത്രം പോസിറ്റീവായി എടുക്കുക. കേവലം 132 റൺസിനാണ് ഓസീസിനെ ഇംഗ്ലണ്ട് എറിഞ്ഞിട്ടത്. 2010 ശേഷം 2 തവണ മാത്രമാണ് ഓസ്ട്രേലിയ 130-ൽ താഴെ സ്കോറിന് സ്വന്തം നാട്ടിൽ പുറത്തായിട്ടുള്ളൂ. പെർത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ നന്നായി എറിഞ്ഞിരുന്ന ഇംഗ്ലീഷ് ബോളർമാർക്ക് ഹെഡിൻ്റെ ആളിക്കത്തലിലാണ് പൊള്ളലേറ്റത്. പെർത്തിൽ പേസിൽ ഇംഗ്ലണ്ട് വരുത്തിയ മാറ്റങ്ങളും വിനയായി എന്ന് കണക്കുകൾ പറയും. ആദ്യ ദിനം ഇംഗ്ലണ്ട് എറിഞ്ഞ പന്തുകളിൽ 44% 140 km/hന് മുകളിലായിരുന്നു. എന്നാൽ രണ്ടാം ദിനം അത് 33% കുറഞ്ഞു. രണ്ടാം ഇന്നിംഗ്സിൽ ഹെഡിൻ്റെ പ്രകടനത്തിനൊപ്പം തന്നെ ഇംഗ്ലീഷ് പേസർമാരുടെ പേസ് കുറവും നിർണായകമായെന്ന് ഈ കണക്കുകൾ പറഞ്ഞു തരും.
ഇനി കളിക്കാനുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും വേഗമേറിയതും ബൗൺസി പിച്ചുമായ ബ്രിസ്ബെയിൻ ആണെന്നിരിക്കെ ഇംഗ്ലീഷ് ബോളർമാർ ആഞ്ഞു പിടിച്ചാൽ കിട്ടാവുന്നതേയുള്ളൂ സെക്കൻഡ് ടെസ്റ്റ്. ഇനി പോയിന്റ് നമ്പർ 4, ഓസീസ് ബാറ്റർമാരുടെ അസ്ഥിരത. ട്രാവിസ് ഹെഡിനും മർണസ് ലബുഷൈനും ഒഴികെ മറ്റൊരു ഓസീസ് ബാറ്റർക്കും 26 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ പെർത്തിലായിട്ടില്ല. ഈ വർഷം കളിച്ച 8 ടെസ്റ്റുകളിൽ ഓസീസ് ബാറ്റർമാരുടെ ശരാശരി വെറും 27.65 മാത്രമാണ്. ഇത്ര മോശം ശരാശരി കഴിഞ്ഞ 35 വർഷത്തിനിടെ 2 തവണ മാത്രമേ ഓസ്ട്രേലിയക്കുണ്ടായിരുന്നുള്ളൂ. ഇനി അവസാന പോയിന്റിലേക്ക്, പോയിന്റ് നമ്പർ 5, സ്റ്റാർക്കും ബ്രിസ്ബെയിനും. ഡേ നൈറ്റ് ടെസ്റ്റിൽ മിച്ചൽ സ്റ്റാർക്കിനോളം മികവുള്ള താരങ്ങൾ വേറെയില്ല. 81 വിക്കറ്റുകളാണ് പിങ്ക് പന്തിൽ സ്റ്റാർക്കിന്റെ സമ്പാദ്യം. 17 ബൗളിംഗ് ആവറേജ്. പിങ്ക് ബോളിലെ അൺഡിസ്പ്യൂട്ടഡ് കിങ് എന്നൊക്കെ പറയാം. പിങ്ക് പന്തിലെ വിക്കറ്റ് വേട്ടയിൽ രണ്ടാമതുള്ളത് പാറ്റ് കമ്മിൻസും നേഥൻ ലയണുമാണ്. 43 വിക്കറ്റ് വീതം, ഏറെക്കുറെ സ്റ്റാർക്കിനേക്കാൾ പകുതി മാത്രം. എന്നാൽ ഈ കുത്തക പക്ഷേ ബ്രിസ്ബെയിനിൽ സ്റ്റാർക്കിന് അത്ര കണ്ട് അവകാശപ്പെടാനില്ല. 3 ടെസ്റ്റും ഒരു ഷെഫീൽഡ് ഷീൽഡ് മത്സരവും ഉൾപ്പെടെ 7 ഇന്നിംഗ്സിലാണ് ബ്രിസ്ബെയിനിൽ സ്റ്റാർക്ക് പന്തെറിഞ്ഞത്. നേടിയത് 15 വിക്കറ്റ് മാത്രം, ശരാശരി 31.26. പിങ്ക് പന്തിൽ മറ്റ് വേദികളിലെ അപ്രമാദിത്വം സ്റ്റാർക്കിന് ബ്രിസ്ബെയിനിൽ ഇല്ലെന്ന് കണക്കുകൾ പറയുന്നു. എന്തൊക്കെയായാലും കണക്കിലും ചരിത്രത്തിലും സ്പോർട്സിൽ സ്ഥാനമില്ല. അന്ന് ആര് കളിക്കുന്നോ അവർക്ക് ജയിക്കാം. അപ്പോഴും ഇതിഹാസ പേസർ ജെയിംസ് ആൻഡേഴ്സൺ പറഞ്ഞ വാചകമുണ്ട്. പെർത്തിലെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഗംഭീരമായി ഇംഗ്ലണ്ട് പന്തെറിഞ്ഞു. ഓസീസ് നിരയിൽ ആരും ഭീഷണിക്ക് പോലും ഉണ്ടായില്ല. അതേ ഇന്ത്യൻസോടെ രണ്ടാം ഇന്നിംഗ്സിലും പന്തെറിഞ്ഞാൽ മത്സരം കയ്യിൽ നിന്നേനെ. തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടുകൂടി ഇംഗ്ലീഷ് ബാറ്റർമാർ കളിക്കണമെന്നാണ് ഇതിഹാസ താരം ജെഫ് ബോയ്ക്കോട്ട് ടെലിഗ്രാഫിൽ എഴുതിയ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. ആഷസാണ്, മെന്റാലിറ്റി കൂടി നോക്കണം ഇവിടെ. ഗാബയിലെ ലോക പോരാട്ടത്തിന് കാത്തിരിക്കാം.